പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസിലും ആദായനികുതി വകുപ്പിന്റെ പരിശോധന. നടൻ സൗബിൻ ഷാഹിറിന്റെ നിർമ്മാണ കമ്പനിയാണ് പറവ. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഇന്ന് ഇപ്പോൾ രണ്ടാമത്തെ സിനിമാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണല്ലോ, ഫിലിം കമ്പനിയിലാണല്ലോ റെയ്ഡ് നടക്കുന്നത്. ഇതിപ്പോഴാണോ ആരംഭിച്ചിരിക്കുന്നത്? എന്താണ് ഇവിടെയും ഈ IT പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണോ പരിശോധന? സതീഷ്, ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിരുന്ന ഏതാനും ചില കമ്പനികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് ഇപ്പോൾ പറവ ഫിലിംസ് കമ്പനിയിലേക്ക് അന്വേഷണം പോയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അതായത് പറവ ഫിലിം കമ്പനിയും ഒപ്പം തന്നെ ബിഗ് ഡ്രീം ഫിലിംസും ഇവരുടെ രണ്ടുപേരുടെ ഓഫീസ് തൊട്ടടുത്തടുത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സൗബിൻ ഷാഹിർ നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വിതരണത്തിന് എത്തിച്ചത് ഈ ബിഗ് ഡ്രീം ഫിലിംസ് ആണ്. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം പേരുള്ള ഒരു ചിട്ടി കമ്പനിയുടെ കീഴിലുള്ള നിർമ്മാണ കമ്പനിയാണ്, സിനിമാ നിർമ്മാണ കമ്പനി കൂടിയാണ് ബിഗ് ഡ്രീം ഫിലിംസ്. ഇവര് തന്നെയാണ് ഈ ചിട്ടി കമ്പനി ഏതാനും ചില ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ ഇന്നിറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെല്ലാം തന്നെ വിതരണത്തിനെത്തിക്കുന്നതും ഈ ചിട്ടി കമ്പനിയുടെ കീഴിലുള്ള നിർമ്മാണ കമ്പനിയാണ്. ആ നിർമ്മാണ കമ്പനിയുടെ മറ്റൊരു നിർമ്മാണ കമ്പനി കൂടിയാണ് ഈ ബിഗ് ഡ്രീം ഫിലിംസ്. ഒപ്പം തന്നെ ഇവരും പറവ കമ്പനിയും ചേർന്നുകൊണ്ട് നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പിന് ചില വിവരങ്ങൾ ലഭിച്ചു. അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തി. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ തമിഴ്നാട്ടിലടക്കം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം അത് വൻ വിജയമാണെന്ന് കാണിച്ചുകൊണ്ട് 200 കോടി ബഡ്ജറ്റിൽ അല്ലെങ്കിൽ 200 കോടി ബിഗ് ബഡ്ജറ്റിലേക്ക് ചിത്രം എത്തിയതായി ഇവർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പല തിയേറ്ററുകളും കാലിയായാണ് അന്ന് പ്രദർശനം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരികയും അതിന് പിറകിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലായിരുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആദായ നികുതി വകുപ്പ് ഈ പരിശോധന നടത്തുമ്പോൾ സൗബിൻ ഷാഹിറിന്റെ കമ്പനി അടക്കമുള്ള പറവ ഫിലിംസും ഒപ്പം തന്നെ ബിഗ് ഡ്രീം ഫിലിംസും എല്ലാം വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഇവർ ആദായ നികുതി വകുപ്പിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ആദായ നികുതി വകുപ്പ് നടത്തിയിരിക്കുന്നതും. എന്തായാലും അത് തന്നെയാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചതിന് പിറകിലുള്ള വസ്തുതയും. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന മണിക്കൂറുകൾ നീളാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. സനീഷ്.